അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 18ാമത്തെ പാഠം ഹാദിമുൽ ലദ്ദാത്ത്. എന്താ ഹാദിമുൽ ലദ്ദാത്ത് എന്നാൽ സുഖങ്ങളെ മുറിച്ചു കളയുന്നത് എന്നാണ്. സുഖങ്ങളെ മുറിച്ചു കളയുന്നത് അതെന്തായിരിക്കും? മരണത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞു. ആ മഹാൻ കുളിച്ച് വൃത്തിയായി വുളൂ ചെയ്തു. കഫൻ പുടവ വിരിച്ചു. അതിൽ ഖിബിലക്ക് അഭിമുഖമായി കിടന്നു. സ്വഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ മഹാൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സംഭവമാണ് വിവരിച്ചത്. എന്താ പറഞ്ഞത്? ആ മഹാനന്ദ ഇത് കുളിച്ച് വൃത്തിയായി വുളൂ ചെയ്തു. തൻ്റെ കഫം പുടവ എന്ത് ചെയ്തു? വിരിച്ചു. കഫം പുടവ എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനമായി നമ്മൾ മൂടി കെട്ടി കൊണ്ടുപോകുന്ന ആ വസ്ത്രം, ആ വെള്ള വസ്ത്രം, അതെന്ത് ചെയ്തു? വിരിച്ചു. അതിൽ ഖിബിലക്ക് അഭിമുഖമായി കിടന്നു. ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കിടന്നു. സ്വഹീൽ ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു. സ്വഹീൽ ബുഖാരി അതെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ആ ബുഖാരി ഇമാമിൻ്റെ ഗ്രന്ഥമാണ് ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥമെടുത്ത് നെഞ്ചത്ത് വെച്ചു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഈ ലോകത്തോട് വിട പറഞ്ഞു. അതാരണം ആള് ഹുജ്ജത്തുൽ ഇസ്ലാം. എന്താ പേര്? ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ മഹാൻ. പേര് ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഇനി മരണം എല്ലാവർക്കും അനിവാര്യമാണ്. ഒരാൾ ജനിച്ചിട്ടുണ്ടോ അവൻ മരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാവരും മരിക്കും. മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. ഞാൻ മരിക്കുമോ എന്നുള്ള പേടിയല്ല വേണ്ടത്. പിന്നെ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. എന്താ മരണത്തെ ഓർത്താലുള്ള നേട്ടങ്ങൾ? അതൊക്കെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ മരണത്തെ ഓർക്കുകയാണ് വേണ്ടത്, എന്തല്ല ഭയപ്പെടുകയല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തി അൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക എന്ന്. നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം. നമ്മുടെ മരണസമയം നമുക്കറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏത് നിമിഷവും നാം മരിക്കുമെന്നൊരു പ്രതീക്ഷ എന്ത് ചെയ്യണം? നമുക്ക് വേണം. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. എങ്ങനെ? സന്തോഷത്തോടുകൂടെ മരിക്കാൻ കഴിയുന്നവരാണ് ആര്? ഭാഗ്യവാന്മാർ. ആർക്കാ സന്തോഷത്തോടു കൂടെ മരിക്കാൻ കഴിയുക? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യം ലഭിക്കുക. എന്തിന്? സന്തോഷത്തോടെ മരിക്കാൻ ആർക്കാ ഭാഗ്യം ലഭിക്കുക? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും, അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് വേണ്ടിയോ അല്ല ഇബാദത്ത് ചെയ്യേണ്ടത്. പിന്നെ ആർക്ക് വേണ്ടി? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവൻക്ക് എന്ത് ലഭിക്കും? സന്തോഷത്തോടുകൂടെ മരിക്കാൻ കഴിയും. അതാണ് പറഞ്ഞത്. ഇനി മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ ലോകത്ത് വന്നവർ മരിച്ചുപോയി. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ ആരെല്ലാം ഇവിടെ വന്നോ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചു പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നബിമാരുണ്ട്. ആ കൂട്ടത്തിൽ ആരുണ്ട്? നബിമാരുണ്ട്. അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം ഈ ലോകത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്? വിട പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരും നേതാക്കന്മാരും ഭരണാധികാരികളും എല്ലാമുണ്ട്. പണ്ഡിതന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്. എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മരിക്കുമെന്ന് എപ്പോൾ മരിക്കുമെന്ന് മഹാന്മാരായ ചിലർക്കല്ലാതെ ആർക്കും അറിവ് നൽകിയിട്ടില്ല. അള്ളാഹുവിൻ്റെ അടുത്ത മഹാന്മാർക്ക് മാത്രം. അത് തന്നെ ചില മഹാന്മാർക്കല്ലാതെ ആർക്കും എന്തില്ല? എപ്പോൾ മരിക്കുമെന്നത് അറിയുകയില്ല. അതിൻ്റെ അറിവ് നൽകിയിട്ടില്ല. നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സംഭവം. വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവർ. ആ ബഹുമാനപ്പെട്ടവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മരണത്തെക്കുറിച്ച് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാർക്കല്ലാതെ ആർക്കും അറിവ് നൽകിയിട്ടില്ല മരണത്തെക്കുറിച്ച്.
ഓരോരുത്തർക്കും നിശ്ചിത ആയുസ് നൽകിയിട്ടുണ്ട്. അതിൽ അല്പം പോലും കൂടുകയോ കുറയുകയോ ഇല്ല. ഓരോരുത്തർക്കും നിശ്ചിതമായ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഒരല്പം കുറയുമില്ല, കൂടുകയുമില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലും ഇമ്മോസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅ്ലിഹി. ചെരുപ്പിൻ്റെ വാറ് കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ മരണം അടുത്ത് നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. എന്താ പറഞ്ഞത്? ചെരുപ്പിൻ്റെ വാറ്, നമ്മളെ ചെരുപ്പ് ധരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിൻ്റെ വാറ് കാലിലേക്ക് എത്രത്തോളം അടുത്തിരിക്കുന്നുവോ, എത്ര അടുത്തായിരിക്കും ചെരുപ്പിൻ്റെ വാറുണ്ടാവുക, അതുപോലെയാണ് മരണം ഓരോരുത്തരുടെയും അടുത്തിരിക്കുന്നത്. ആ രൂപത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? കുടുംബത്തിൽ ഓരോ മനുഷ്യരും തൻ്റെ കുടുംബത്തിൽ എന്ത് ചെയ്യുന്നത്? കഴിയുന്നത്. ചെരുപ്പിൻ്റെ വാറ് തൻ്റെ കാലിനോട് എത്ര അടുത്തിരിക്കുന്നുവോ അത്രയും അടുത്താണ് ഓരോരുത്തരുടെയും മരണം അടുത്തിരിക്കുന്നത് എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചൊല്ലിയത്. ഈ ലോക ജീവിതം വളരെ ചെറുതാണ്, പരലോക ജീവിതം അറ്റമില്ലാത്തതുമാണ്. ഈ ലോകത്തുള്ള ജീവിതം കുറഞ്ഞ ജീവിതം, ഏറിപ്പോയാൽ 10, 80, 60, 70, 80 വയസ്സ് വരെ അങ്ങനെ പോകും ഏറിയാൽ. ഇപ്പോഴാണെങ്കിലോ ചെറുപ്പക്കാർ ധാരാളമായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെ മരണപ്പെടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ലോക ജീവിതം വളരെ ചെറുതാണ്, പരലോക ജീവിതമാണ്, അറ്റമില്ലാത്തതുമാണ്. പരലോക ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞില്ലേ തുടക്കത്തിൽ? 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുള്ള ദിവസം എന്ന് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞല്ലോ നമ്മളല്ലേ. അപ്പോൾ പരലോക ജീവിതം അറ്റമില്ലാത്തതുമാണ്. അതുവരെ ബർസഖി ലോകത്ത് ജീവിക്കേണ്ടി വരും. അതുവരെ നമ്മൾ എവിടെ ജീവിക്കും? ബർസഖി ലോകത്ത് എന്ത് ചെയ്യും? ജീവിക്കേണ്ടി വരും. ഖബർ, മരണം മുതൽ പുനരുദ്ധാരണം വരെയുള്ള ഘട്ടമാണ് ഏത്? ഈ ബർസഖി ജീവിതം എന്ന് പറയുന്നത്. സജ്ജനങ്ങൾ ഖബറിൽ ജീവിക്കേണ്ടി വരും. ഖബറിൽ രക്ഷയും ശിക്ഷയുമുണ്ട്. ഖബറിൽ രക്ഷയുണ്ട്, ശിക്ഷയുമുണ്ട്. സജ്ജനങ്ങൾക്ക് അവിടെ സ്വർഗീയ ജീവിതവും, എവിടെ? ഖബറിൻ്റെ അവസ്ഥ പറയുന്നത്. സജ്ജനങ്ങൾക്ക്, നല്ല മനുഷ്യർക്ക് സ്വർഗീയ ജീവിതവും, ദുർജനങ്ങൾക്ക് വേണ്ടാത്ത രൂപത്തിൽ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചവർക്ക് നരകയാതനകളുമാണ് ഉണ്ടാവുക. എവിടെ? ഖബറിൽ. ഖബറിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. സജ്ജനങ്ങൾക്ക് സ്വർഗീയ സുഖം ഉണ്ടാവും, ദുർജനങ്ങൾക്ക് നരകീയ യാതനകളും ഉണ്ടാകും. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ ജീവിതത്തെക്കുറിച്ചോർത്ത് എപ്പോഴും കരയുമായിരുന്നു. ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഖലീഫയാകുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിലുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് എപ്പോഴും കരയാറുണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായിരുന്നു. മരണത്തെ ഓർത്ത് കരഞ്ഞതിൻ്റെ കാരണത്താൽ ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായിരുന്നു എന്ന് ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞിട്ട്. ഇനി മരണത്തെ ഓർക്കൽ സുന്നത്താണ്. മരണത്തെ ഓർക്കൽ എന്താണ്? സുന്നത്താണ്. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. എന്താ മരണത്തെ ഓർത്താലുള്ള നേട്ടം? ജീവിതത്തെ നന്നാക്കും, തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കും. തെറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യും? പിന്തിരിപ്പിക്കും. നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാകും മരണത്തെക്കുറിച്ച് ഓർത്താൽ. അമലും ബിലാ ദിക്രിൽ മനിയതി ലാ അസർ വബിദിക്രിഹാ ഹഖൻ ഖലർ ബിമആവിലാ. ഹിദായത്തുൽ അദ്കിയായിൽ പറയുന്നത് ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഹിദായത്തുൽ അദ്കിയായിൽ പറയുന്ന ആരാ? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, അമലും ബിലാ ദിക്രിൽ മനിയതി ലാ അസർ വബിദിക്രിഹാ ഹഖൻ ഖലർ ബിമആവിലാ. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. മരണത്തെ ഓർക്കാത്ത അമലെന്തായിരിക്കും? അത് ദുർബലമായിരിക്കും. അതുകൊണ്ടൊരു കാര്യം ഉണ്ടാകില്ല, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. എന്നാൽ മരണത്തെ കൊണ്ടുള്ള അമലോ അത് പിക്കാസ് കൊണ്ട് ഒരു പാറയിൽ കൊത്തുന്നത് പോലെയായിരിക്കും, പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയായിരിക്കും. അത്രക്കും പവറായിരിക്കും ആ അമലുകൾക്ക്. ഉദാഹരണമായി മരണത്തെ ഓർക്കുന്നത് നിസ്കാരത്തിൽ ഖുശൂഅ് വർദ്ധിപ്പിക്കും. നിസ്കരിക്കുന്ന സമയത്ത് മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ നല്ല ഭക്തി ഖുശൂഅ് കിട്ടും. നമുക്കെപ്പോഴാണ് ഖുശൂഅ് വരിക? ആരെങ്കിലും മരിച്ചെന്ന് അറിഞ്ഞാൽ, അടുത്ത കുടുംബത്തിൽ മരിച്ചാൽ 2-3 ദിവസം അതിൻ്റെ ഒരു ദുഃഖം ഉണ്ടാവും. അന്ന് വലിയ നിസ്കാരമാണ് കാരം, വലിയ ദിക്റാണ് കാരം, വലിയ സ്വലാത്തൊക്കെയാണ് കാരം. അതാണ്ട് കഴിഞ്ഞാലോ പിന്നെ അത് കഴിഞ്ഞും ചെയ്ത്.
ആ രൂപത്തിലാവരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മരണത്തെ ഓർക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മളാ പറഞ്ഞത്. ഒരാൾ മരിച്ച നമ്മളെ വീട്ടിലോ നമ്മളെ കുടുംബത്തിലോ അടുത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഒരു ബേജാറൊക്കെ ഉണ്ടാവും, ഒരു പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിസ്കാരത്തിലാണെങ്കിലും ദിക്റിലാണെങ്കിലും സ്വലാത്തിൽ ഭയങ്കര ഖുശൂ ആയിരിക്കും. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അങ്ങോട്ട് ഇല്ലാതാകും. അങ്ങനെയല്ല വേണ്ടത്. ഏത് സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, മരണത്തെക്കുറിച്ച് ഓർക്കണം. അപ്പോഴത് നേട്ടാണ്. നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും മരണത്തെ ഓർത്താൽ. അതുപോലെ തന്നെ അസൂയയും അഹങ്കാരവും ഇല്ലാതാകും. അസൂയ ഉണ്ടാവില്ല, ആരോടും അസൂയ വെക്കാൻ തോന്നൂല, അഹങ്കരിച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ല. കാരണം എന്താ, ഏത് സമയത്തും മരിക്കുമെന്നൊരു ചിന്തയോട് കൂടെയാണ് അവൻ നടക്കുന്നതെങ്കിൽ ഒരിക്കലും അവൻ അഹങ്കരിക്കുകയില്ല. ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും. ദുന്യാവിനോടുള്ള അമിതമായിട്ടുള്ള എത്ര കിട്ടിയാലും മതിയാവാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അതുണ്ടാവില്ല ആർക്ക്, മരണത്തെ ഓർക്കുന്നവർക്ക്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും. മരണത്തെ ഓർത്താൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ വല്ല പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ വരുന്ന സമയത്ത് ക്ഷമയോടുകൂടെ അവൻക്ക് ക്ഷമ ശീലിക്കാനും അവൻക്ക് എന്ത് ചെയ്യും, കഴിയും. ആർക്ക്, മരണത്തെ ഓർക്കുന്നവർക്ക്. ഇനി രോഗികളെ സന്ദർശിക്കലും ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കലും ഖബർ സിയാറത്തും മരണത്തെ ഓർക്കുന്നതിന് സഹായിക്കും. എന്തൊക്കെയാണ് മരണത്തെ ഓർക്കാൻ സഹായിക്കുക? രോഗികളെ സന്ദർശിച്ചാൽ മരണത്തെ ഓർക്കലിനെ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക, മയ്യത്തിന് മറമാടുന്ന ഖബറടക്കുന്ന അതിലൊക്കെ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. അത് മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഖബർ സിയാറത്ത് ചെയ്യുക, ഖബർ സിയാറത്ത് ചെയ്യുന്ന മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിനെന്ത് ചെയ്യും, സഹായിക്കും. ഇനി വീട്, വസ്ത്രം, ഭക്ഷണം, വാഹനം മുതലായവ ഐഹിക സുഖങ്ങളിൽ മിതത്വം പാലിക്കുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാൻ മരണസ്മരണ നമ്മെ സഹായിക്കും. ഒരാൾ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാണോ, അവൻക്ക് വീട് പ്രശ്നമല്ല, വസ്ത്രം പ്രശ്നമല്ല, ഭക്ഷണം പ്രശ്നമല്ല, വാഹനം പ്രശ്നമല്ല, ഇതൊന്നും ഓനക്ക് പ്രശ്നമല്ല. ഓനൊക്കെ അധികാരം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഐഹിക സുഖങ്ങളിൽ മിതത്വം പാലിച്ചുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യും, അവൻ സുഖസുന്ദരമായിട്ട് ഇവിടെ എന്ത് ചെയ്യും, ജീവിക്കും. ദുരാഗ്രഹവും വേണ്ടാത്ത ആഗ്രഹങ്ങളും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും എങ്ങനെയായാലും പാടില്ല. പൈസ ഉണ്ടാക്കണം. അത് ഹലാലായ മാർഗത്തിലും ഇസ്ലാം അനുവദിക്കുന്ന മാർഗമാണോ അനുവദിക്കാത്ത മാർഗമാണോ എന്നൊന്നും നോട്ടമില്ല. അതാണ് ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താല്പര്യവും. ധൂർത്ത് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ധൂർത്തും അതുപോലെ തന്നെ പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താല്പര്യവും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തവർ എങ്ങനെയായിരിക്കും, അവർ ദുരാഗ്രഹമുള്ളവരായിരിക്കും. ഹലാലും ഹറാമും പരിഗണിക്കാതെ സമ്പാദിക്കുന്നവരായിരിക്കും. ധൂർത്തടിച്ചുകൊണ്ടും പിശുക്ക് കാണിച്ചുകൊണ്ടും ജീവിക്കുന്നവരായിരിക്കും. ആര്? മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തവർ. സൈനുദ്ദീൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹു ഹിദായത്തുൽ അദ്കിയയിൽ പറയുന്നു, മറ്റൊരു ഭാഗത്ത് പറയുന്നു, വഖനാ ബിതർക്കിൽ മുസ്തഖാ വൽ ഫാഖിരി മിമ്മ തുഅമിൻ വമലാബിസിൻ വമനാസിലാ മയത്ലുബൻ മാ ലൈസ യഅനീഹി ഫഖദ് ഫാതല്ലദീ യഅനീഹി മിൻ ഗൈരി ഇബ്തിലാ വഖനാ ബിതർക്കിൽ മുസ്തഖാ വൽ ഫാഖിരി മിമ്മ തുഅമിൻ വമലാബിസിൻ വമനാസിലാ. വീട്, വസ്ത്രം, ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക. വീട്, വസ്ത്രം, ഭക്ഷണം ഇതിലൊക്കെ എന്ത് ചെയ്യുക, നല്ല മികച്ചതും അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, വലിയ വണ്ടി വേണം, നല്ല ഹൈ ലെവൽ ഫുഡ് കഴിക്കണം, നല്ല വസ്ത്രങ്ങൾ വേണം, നല്ല വസ്ത്രം തന്നെ ധരിക്കേണ്ടത്. പക്ഷേ വലിയ വിളവെടുപ്പുള്ള വസ്ത്രങ്ങൾ, ആ രൂപത്തിലേക്കുള്ള ആ ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. മയ്യത്ലുബൻ മാ ലൈസ യഅനീഹി ഫഖദ് ഫാതല്ലദീ യഅനീഹി മിൻ ഗൈരി ഇത്ലാ. ആവശ്യമില്ലാത്തവ തേടി നടക്കുന്നവന് ആവശ്യമുള്ളവ നഷ്ടപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. ആവശ്യമില്ലാത്തവ തേടി നടക്കുന്നവൻ എന്ത് ചെയ്യും, ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും. അപ്പോൾ ആവശ്യമില്ലാതെ എന്ത് ചെയ്യണ്ട, പിന്നെ ഏതൊരു കാര്യത്തിൻ്റെ മേലിൽ സംതൃപ്തിയോടുകൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എന്ത് ചെയ്യുക, ജീവിക്കുക. നേരെ മറിച്ചോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളത് ഇപ്പുറത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹു അത് കീഴിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്,
എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്ന് നഖ്റ നഫം വായിച്ച് മനസ്സിലാക്കാൻ. ഹാദിമുൻ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു കളയുന്നത്, ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ സുഖം, അഹ്ലുൻ കുടുംബം, അസർ സ്വാധീനം, ലർബുൻ വെട്ട്, മിഅവൽ പിക്കാസ്. ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ വായിച്ച് കൃത്യമായ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ നുജീബു ഉത്തരം എഴുതാനാണ്. നുത്തർജിമു നുജീബല്ല നുത്തർജിമു പിന്നെ അർത്ഥം എഴുതാനാണ്, നമ്മുടെ ഭാഷയിലേക്ക് എഴുതാനെന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതുക. വഖനാ ബി തർക്കിൽ മുസ്തഹ വൽ ഫാഖിരി മിമ്മ തുഅമിം വൽ മലാബിസിം വ മനാസില. വീട്, വസ്ത്രം, ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക. രണ്ടാമത്തെ അമലും ബിലാ ദിക്രിൽ മനിയത്തില അസർ വബിദിക്രിഹ ഹഖൻ കലർബി മആവില. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾ പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഇനി മൂന്നാമത്തെ നുഅരിബ് അറബിയിലാക്കാലാണ്. ചെരുപ്പിൻ്റെ വാർ കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. അതിൻ്റെ അറബി എഴുതണം. കുല്ലു മ്രിഇൻ മുസബ്ബഹുൻ ഫി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശരീകി നഅലിഹി. അതിൽ രണ്ടാമത്തത് എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അതിൻ്റെ അറബിയത അക്തിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. ഇനി നാലാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന് ഖനാഅത്ത് എന്നാൽ എന്ത്? ആൻസർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ. രണ്ട് മരണസ്മരണയുടെ വിധി എന്ത്? ആൻസർ സുന്നത്ത്. മൂന്നാമത്തെ മരണസ്മരണ കൊണ്ടുള്ള നേട്ടമെന്ത്? ആൻസർ നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും, അസൂയയും അഹങ്കാരവും ഇല്ലാതാകും, ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും. ഇനി നാലാമത്തത് സന്തുഷ്ടരായി മരിക്കാൻ കഴിയുന്നത് ആർക്ക്? ആൻസർ വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ്. അഞ്ചാമത്തത് മരണത്തെ പേടിക്കേണ്ടതുണ്ടോ? ആൻസർ മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. ആറാമത്തത് ഖബർ ജീവിതത്തെക്കുറിച്ചോർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു ആര്? ആൻസർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ നുഇദ്ദു ഫിഖറ. ഒന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. ഗസാലി ഇമാമിൻ്റെ വഫാത്തിനെ കുറിച്ച് എഴുതാനാണ്. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. സുബഹ് നിസ്കാരം കഴിഞ്ഞ് ആ മഹാൻ കുളിച്ച് വൃത്തിയായി വുളൂ ചെയ്തു, കഫൻ പുടവ വിരിച്ചു, അതിൽ ഖിബിലക്ക് അഭിമുഖമായി കിടന്നു. സ്വഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു, ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ മഹാൻ. ഇത് നമ്മുടെ പാഠത്തിൻ്റെ തുടക്കഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. രണ്ട് മരണസ്മരണ ഇല്ലാത്തതിൻ്റെ കോട്ടങ്ങൾ എന്തെല്ലാം? ആൻസർ ദുരാഗ്രഹം, ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കും, ആർത്തിയും ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താല്പര്യം, ഇതൊക്കെ വർദ്ധിക്കും. ഇതൊക്കെയാണ് മരണസ്മരണ ഇല്ലാഞ്ഞാലുള്ള പ്രശ്നം. ഇതോടുകൂടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.